നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അവഗണന തുടർക്കഥ. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ നിയമസഭയിൽ പ്രമേയം. പ്രധാനമന്ത്രിയുടെ സീറ്റ് വളഞ്ഞ വനിതാ എംപിമാർ. നന്ദി പ്രമേയ പ്രസംഗം മാറ്റിവെച്ചു. അഭിമാനമായി ഊരാളുങ്കൽ. NHAI കലണ്ടറിൽ തലപ്പാടി ചെങ്കള റോഡ്. ശബരിപാത 50% ചെലവിൽ വഹിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കിഫ്ബി വഴി 1900 കോടി രൂപ നൽകും. ദീപക് കേസ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി. 2016 മുൻപുള്ള കേരളത്തെയാണോ UDF വീണ്ടെടുക്കുന്നതെന്ന് MP ഗോവിന്ദൻ. ശബരിമല നെയ് വിൽപ്പനയിൽ ക്രമക്കേട്. സുനിൽകുമാർ പോറ്റി റിമാൻഡിൽ. വീട് പൂട്ടി യാത്ര പോകുകയാണോ? പോൽ ആപ്പിൽ പറഞ്ഞിട്ട് പോകൂ. പ്രതീക്ഷിച്ച ബോംബൊന്നും പൊട്ടാതെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തോടുള്ള കേന്ദ്ര ബജറ്റിലെ അവഗണന തുറന്നുകാട്ടി നിയമസഭയിൽ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായാണ് അംഗീകരിച്ചത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളായി ഒരു പരിഗണനയും കേന്ദ്രം നൽകുന്നില്ല. കേന്ദ്ര അവഗണന കേരളത്തെ ആകെ നിരാശപ്പെടുത്തുന്നതാണ്. കേന്ദ്രം ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെ അവഹേളിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷങ്ങളായി കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള ന്യായയുക്തമായ ആവശ്യങ്ങൾ പലതിനും യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും സമതുലിതമായ വികസനം ഉണ്ടാവുമ്പോൾ മാത്രമേ രാജ്യത്തിൻ്റെ പൊതുവികസനം സാധ്യമാവൂ. ഒരു ഭാഗത്തിൻ്റെ തകർച്ച പൊതു തളർച്ചയ്ക്കാവും വഴിവെക്കുക. എയിംസ് വേണം എന്നുള്ളത് കേരളം 2 ദശാംശക്കാലത്തിലേറെയായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. ആവശ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ മിക്കവാറുമൊക്കെ പൂർത്തിയാവുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല. കേന്ദ്ര ബജറ്റിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തികഞ്ഞ മൗനമാണുള്ളത്. കേരളത്തിന് ഒരു എയിംസ് അടിയന്തരമായി അനുവദിക്കണം. സാങ്കേതിക മാതൃക ഏതു തന്നെയായാലും കേരളത്തിന് ഒരു അതിവേഗ റെയിൽപാത അനിവാര്യമാണ്. ഇതിനായി സംസ്ഥാന സർക്കാർ പലവട്ടം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഇക്കാര്യത്തിലും കേരളത്തിന് അവഗണനയാണ്. നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറിക്കുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം റൂട്ടിൽ 3-4 റെയിൽവേ ലൈനുകൾക്കുള്ള സർവേ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇതും കേന്ദ്രം ചെവികൊണ്ടില്ല. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സമീപനം അടിയന്തരമായും തിരുത്തുകയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയുമാകെയും വികസനത്തിന് അനിവാര്യമായ ആവശ്യങ്ങളാണ് കേരളം ഉന്നയിക്കുന്നത്. ഇത് മനസ്സിലാക്കി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു. ദേശീയപാത അതോറിറ്റിയുടെ കലണ്ടറിൽ ഇടം നേടി തലപ്പാടി ചെങ്കള റോഡ്. രാജ്യത്തെ മികച്ച 12 റോഡുകളിൽ ഒന്നായാണ് ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മിച്ച റോഡ് NHAI കലണ്ടറിൽ ഉൾപ്പെട്ടത്. കലണ്ടറിൽ ഏപ്രിൽ മാസത്തെ ചിത്രമായാണ് റോഡ് സ്ഥാനം പിടിച്ചത്. ദേശീയപാതയുടെ 1ാം റീച്ചായ തലപ്പാടി ചെങ്കള 39 കിലോമീറ്റർ 6 വരിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തിരുന്നു. ദേശീയപാത 66-ൽ നിർമ്മാണം പൂർത്തിയാകുന്ന ആദ്യ റീച്ചാണിത്. സംസ്ഥാനത്ത് 23 റീച്ചുകൾ. കേരളത്തിൽ നിന്ന് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രമാണ് കരാർ ലഭിച്ചത്. റോഡിൽ പുലർത്തിയ ഗുണമേന്മയ്ക്കും അതോറിറ്റിയുടെ ആദരം സൊസൈറ്റിക്ക് ലഭിച്ചിരുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ ഒരു സഹകരണ സ്ഥാപനം കൈവരിച്ച മികവിന് 2024 നാഷണൽ ഹൈവേ എക്സലൻസ് അവാർഡും ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു. ആദ്യമായി ഏറ്റെടുത്ത NHAI കരാറിന് അംഗീകാരങ്ങൾ കിട്ടി എന്നത് തൊഴിലാളികളുടെ സഹകരണ സംഘമായ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉന്നതമായ തൊഴിൽ സംസ്കാരത്തിനും നിർമ്മാണ മികവിനും സമൂഹ പദ്ധതിക്കുമുള്ള സാക്ഷ്യപത്രമാണെന്ന് സൊസൈറ്റി ചെയർമാൻ രമേശൻ പലേരി പറഞ്ഞു. അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിയുടെ 50% ചെലവ് വഹിക്കാനും ഇതിനായി 1900 കോടി രൂപ കിഫ്ബി വഴി നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. $1,99,798 റെയിൽവേ ബജറ്റിൽ ആദ്യമായി വിഭാവനം ചെയ്ത അങ്കമാലി ശബരിമല റെയിൽവേ പദ്ധതി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലയോര മേഖലകളുടെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ ഒരു സുപ്രധാന പദ്ധതിയാണ്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാമാർഗം ഒരുക്കുന്നതിനൊപ്പം എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജം പകരുകയും ചെയ്യും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ദേശീയപാത 66-ൽ സ്ഥിതി ചെയ്യുന്ന
അങ്കമാലിയെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല തുടങ്ങിയ പട്ടണങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ 8 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവൃത്തികളുടെ ഏകദേശം 90% വർഷങ്ങൾക്ക് മുമ്പേ പൂർത്തിയായിരുന്നു. ബാക്കിയുള്ള ദൂരത്തേക്കായി ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചെങ്കിലും അവയുടെ കാലാവധി അവസാനിച്ചതിനാൽ നടപടി വീണ്ടും ആദ്യഘട്ടം മുതൽ തുടങ്ങേണ്ട അവസ്ഥയാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിലെ തടസ്സങ്ങളും റെയിൽവേ ബജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതും കാരണം കഴിഞ്ഞ 25 വർഷത്തിലേറെ ഈ പദ്ധതി സ്തംഭനാവസ്ഥയിലായിരുന്നെന്നും സർക്കാർ പുറത്തേക്ക് പത്രക്കുറിപ്പിൽ പറഞ്ഞു. ശബരിമല പദ്ധതിക്കായി 303 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ഭൂമി ഏറ്റെടുക്കൽ 1361 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് 24,309 കോടി രൂപയും ചിലവ് വരും. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കേണ്ടത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് റെയിൽവേ പദ്ധതിക്ക് വേണ്ടി പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഒരു സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാകുന്നതെന്നും സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതിക്കും 5,580 കോടി രൂപ കിഫ്ബി വഴി സർക്കാർ അനുവദിച്ചിരുന്നതായും സർക്കാർ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ലോക്സഭയിലെ ബഹളത്തെ തുടർന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി മാറ്റിവെച്ചു. മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പിലെ വരികൾ ഉദ്ധരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. ചൊവ്വാഴ്ച പലതവണ നിർത്തിവെക്കേണ്ടി വന്ന സഭ വൈകുന്നേരം 5-ന് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷത്തെ ചില വനിതാ MP-മാരായ വർഷ ഗേക്വാദ്, ജ്യോതിമണി എന്നിവർ പ്രധാനമന്ത്രിയുടെ അടക്കം ഭരണകക്ഷി അംഗങ്ങളുടെ കസേരകൾ തടഞ്ഞു. ശരിയായത് ചെയ്യുക എന്നെഴുതിയ വലിയ ബാനർ അവർ ഉയർത്തിപ്പിടിച്ചു. കഴിഞ്ഞ ദിവസം 8 പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്. സ്പീക്കറുടെ ചുമതലയിലുണ്ടായിരുന്ന സന്ധ്യ റായ് തുടർ നടപടികൾ നിർത്തിവെച്ചു. നിരവധി മന്ത്രിമാർ അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് വനിതാ MP-മാർ ഉപരോധം അവസാനിപ്പിച്ചത്. വനിതാ MP-മാർ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് അവർ പറഞ്ഞത്. നടന്നത് വളരെ ഭയപ്പെടുത്തുന്നതാണ്. കോൺഗ്രസിന്റെ നിസ്സഹായതയാണ് ഇത് കാണിക്കുന്നത്. വളരെ ആസൂത്രിതമായാണ് വനിതാ MP-മാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് ചുറ്റും നിന്നത്. കിരൺ റിജിജുവിന്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ സ്ഥിതി വഷളാകുമായിരുന്നു. BJP MP മനോജ് തിവാരി പ്രതികരിച്ചു. ഉച്ചയോടെ സഭ വീണ്ടും ചേർന്നപ്പോൾ 2020-ലെ ചൈനീസ് പ്രതിസന്ധിയെക്കുറിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. ഇതിനിടെ ഉണ്ടായ ബഹളത്തെ തുടർന്ന് സഭ വീണ്ടും നിർത്തിവെക്കുകയും പ്രധാനമന്ത്രിയുടെ പ്രസംഗം റദ്ദാക്കുകയായിരുന്നു. നന്ദി പ്രമേയം ലോക്സഭ ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. വ്യാഴാഴ്ച വരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ച ബോംബൊന്നും പൊട്ടാതെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനമൊന്നും മറുപടിയില്ല. ആളുകളെ ദ്രോഹിക്കുക മാത്രമാണ് പാർട്ടിയെന്ന് കുഞ്ഞികൃഷ്ണൻ. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. ജോസഫ് C മാത്യു V കുഞ്ഞികൃഷ്ണൻ എഴുതിയ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് VS അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തക പ്രകാശന ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായതായി ചടങ്ങിൽ സംസാരിച്ച V കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. ഈ പ്രശ്നം ആരംഭിച്ചതു മുതൽ പയ്യന്നൂരിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇവിടെ 2 പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോൾ അതിനു നേരെ ആക്രമണമുണ്ടായി. എന്റെ വീടിന് മുന്നിലും പ്രകടനം നടത്തി. ഗേറ്റിന് മുന്നിൽ പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നെ അനുകൂലിക്കുന്ന സഖാവ് പ്രസന്നന്റെ ബൈക്ക് രാത്രി തീവെച്ച് കത്തിച്ചു. ഇതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായി. പ്രകാശന ചടങ്ങ് അലങ്കോലമാക്കാൻ ചിലർ ശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങൾക്കുണ്ടായി. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. ഹൈക്കോടതി അത് അനുവദിച്ചു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. മാത്രമല്ല ഏതു വിധത്തിലും ആളുകളെ ദ്രോഹിക്കുകയാണെന്ന് സമീപനം ഉണ്ടായിരുന്നത്. ചിലർ ഇന്നലെ അത് തടസ്സപ്പെടുത്തി. അസത്യം പ്രചരിപ്പിക്കുന്നതിനാലാണ് അക്കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നവമാധ്യമങ്ങൾ വഴി വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു. പുതിയ കാലത്ത് പുതിയ രീതിയിൽ ഫാസിസം നടപ്പാക്കുകയാണ് V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിനെ കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷം തയ്യാറുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. കേരളത്തെ വീണ്ടെടുക്കുമെന്ന് UDF പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാണ്. 2016 മുൻപുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകുമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദേശീയപാതയും മലയോര തീരദേശ ഹൈവേകളും പദ്ധതിയും ഗെയിൽ പദ്ധതിയും ഹൈടെക് സ്കൂളുകളും മികച്ച ആശുപത്രികളും ഒന്നും ഇവിടെ ഉണ്ടാകില്ല. ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോകുമെന്നാണോ UDF പറയുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു.
LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയോടനുബന്ധിച്ച് മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള ചർച്ച പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. സ്വർണ്ണക്കൊള്ള തങ്ങളെ തന്നെ തിരിഞ്ഞുകുത്തുകയാണെന്ന് പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടു. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഫലപ്രദമായി കേസ് അന്വേഷിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുള്ളവരുമായും സോണിയാഗാന്ധിയുമായി എങ്ങനെ കൂടിക്കാഴ്ച നടത്താനായി എന്ന ചോദ്യത്തിന് ഇതുവരെയും കോൺഗ്രസ് മറുപടി പറയുന്നില്ല. ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാനാകില്ലെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നുമാണ് CPIMന്റെ നിലപാട്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിനെ വിമർശിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. അതിനാലാണ് ഓരോ ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതിക്കും 5580 കോടി രൂപ കിഫ്ബി വഴി സർക്കാർ അനുവദിച്ചിരുന്നു. ലോക ക്യാൻസർ ദിനം ജില്ലാതല അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതലത്തിൽ ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അവബോധ ക്ലാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KT രേഖ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കേരള സഞ്ചരിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ യാത്രയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്യാൻസർ രോഗത്തെ അകറ്റാനുള്ള വഴികൾ: വ്യായാമം ശീലമാക്കുക, ശരീരഭാരം സന്തുലിതമാക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അമിതമായ അളവിൽ ഉപ്പ്, കൊഴുപ്പുകൾ, എണ്ണ എന്നിവ അടങ്ങിയ ഭക്ഷണം ഉപേക്ഷിക്കുക, പുകവലി, മദ്യപാനം എന്നിവ ഉപേക്ഷിക്കുക, വിഷരഹിത പഴം, പച്ചക്കറികൾ ധാരാളം കഴിക്കാതിരിക്കുക, മാനസികാരോഗ്യവും സന്തോഷവും നിലനിർത്തുക. ക്യാൻസർ രോഗം സംശയമുണ്ടാകുന്ന പക്ഷം സ്വയം പരിശോധന നടത്തി ആരോഗ്യ പ്രവർത്തകരുമായി സംശയ നിവാരണം നടത്തുക. രോഗനിർണയത്തിനായി ചികിത്സ തേടുക. രോഗം നേരത്തെ കണ്ടെത്തുന്നത് ചികിത്സ എളുപ്പമാക്കും. അക്ഷരം ആരോഗ്യം. കുട്ടികൾ ഹെൽത്ത് അംബാസഡർമാരാകുന്നു. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര സ്കൂൾ ആരോഗ്യ പരിപാടി നടപ്പിലാക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ യുവതലമുറയുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് ലക്ഷ്യം. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്തി നടപ്പാക്കുന്നതാണ് അക്ഷര ആരോഗ്യം. ആരോഗ്യ അവബോധവും മികച്ച ആരോഗ്യശീലങ്ങളും കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. അക്ഷരം ആരോഗ്യം പരിപാടി വഴി പരിശോധന നടത്തിയ കുട്ടികൾക്ക് ഹെൽത്ത് കാർഡ് നൽകും. ഹെൽത്ത് കാർഡിൽ കുട്ടിയുടെയും ആരോഗ്യ വിവരങ്ങൾ രേഖപ്പെടുത്തും. ഈ കാർഡ് തുടർന്ന് ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡായി മാറ്റുകയും പൂർണ്ണ സ്വകാര്യതയോടെയും സുരക്ഷിതത്തോടെയും കൂടി സ്റ്റേറ്റ് ഡാറ്റ സെന്ററിൽ സൂക്ഷിക്കുകയും ചെയ്യും. അടിയന്തര ഘട്ടത്തിൽ ഈ ഇലക്ട്രോണിക് രേഖകൾ കുട്ടികൾക്ക് സഹായകമായി തീരും. എല്ലാ സ്കൂളുകളിലും ഹെൽത്ത് അസംബ്ലി, ഹെൽത്ത് കോർണർ ഉണ്ടായിരിക്കും. ഇതിലൂടെ ആരോഗ്യ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും അനാരോഗ്യ ശീലങ്ങൾ തടയുകയും ചെയ്യുന്നു. ഓരോ സ്കൂളിലും ഹെൽത്ത് മെന്റർമാരായി അധ്യാപകരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് തയ്യാറാക്കിയ മൊഡ്യൂൾ പ്രകാരം പരിശീലനം നൽകുന്നതാണ്. ഈ അധ്യാപകർ കൃത്യമായ ഇടവേളകൾ തുടർച്ചയായ 4 മേഖലകളിൽ അടങ്ങുന്ന 11 തീമുകളിൽ കുട്ടികൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നതാണ്. ഇതിനു വേണ്ട സമയവും സൗകര്യവും മുതലായ സ്കൂൾ അധികൃതർ കണ്ടെത്തുമെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. ബസ് യാത്രക്കിടെയെ പകർത്തിയ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന മുസ്ലിം ലീഗ് വനിതാ നേതാവ് ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 6 മാറ്റി. കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഷിംജിത ജാമ്യാപേക്ഷ നൽകിയത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അസ്വാഭാവികതയില്ലെന്നും പ്രതിക്ക് പീഡന ശ്രമമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ലെന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ട്. ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7ഓളം വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. പോലീസിൽ പരാതി നൽകാതെയാണ് വീഡിയോ പ്രചരിപ്പിച്ചത്. പ്രതി മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് അംഗമായിരുന്നു. നിയമത്തെക്കുറിച്ച് മതിയായ അവബോധമുള്ള ആളാണ്. ഒരാളുടെ സ്വകാര്യത മാനിക്കണമെന്ന് വ്യക്തമായ അറിവും ബോധവും പ്രതിക്കുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വടകരയിലെ ലീഗ് വനിതാ നേതാവും അരീക്കോട് പഞ്ചായത്ത് മുൻ അംഗവുമാണ് ഷിംജിത. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിലായിരുന്നു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ മഞ്ചേരി വനിത ജയിലിലാണുള്ളത്. 2025 ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് ആടിശിഷ്ടം നെയ് വിൽപ്പനയിൽ ക്രമക്കേട് നടത്തിയ കേസിൽ അറസ്റ്റിലായ സുനിൽകുമാർ പോറ്റി റിമാൻഡിൽ. 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. ചാലിയക്കര ഭദ്രകാളി ക്ഷേത്രത്തിലെ ശാന്തിയായ സുനിലിനെ വിജിലൻസ് പത്തനംതിട്ട യൂണിറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു. ആലപ്പുഴ അരൂർ സ്വദേശിയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ
ആടിയ ശിഷ്ട നെയ് വിൽപ്പന ചുമതല ദേവസ്വം ബോർഡ് നൽകിയിരുന്നത് സുനിൽകുമാറിനായിരുന്നു. ക്രമക്കേട് നടത്തി 36 ലക്ഷത്തോളം രൂപ ജീവനക്കാർ തട്ടിയെടുത്തതാണ് കേസ്. അഭിഷേകത്തിന് ശേഷമുള്ള ആടിയ ശിഷ്ടം നെയ് പാക്കറ്റിലാക്കി വിൽപ്പന നടത്തുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നു. നെയ് പാക്കറ്റുകൾ വിൽപ്പന നടത്തിയ ശേഷം ലഭിച്ച മുഴുവൻ തുകയും ബോർഡിൽ അടയ്ക്കാതെ ജീവനക്കാർ സ്റ്റോക്കിൽ ക്രമക്കേട് നടത്തുകയായിരുന്നു. ഇതോടെ ദേവസ്വം ബോർഡിന് 36,24,400 രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കെ സ്പേസ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ അനുമതി. കെ സ്പേസിന് കീഴിലുള്ള എയ്റോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെൻറ്റർ സ്ഥാപിക്കാൻ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വേളി തുമ്പയിൽ VSC ക്യാമ്പിനോട് ചേർന്നുള്ള 60 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. ഇതിനായി കിഫ്ബിയുടെ ലാൻഡ് അക്വിസിഷൻ പൂളിൽ നിന്നും അനുവദിച്ച 600 കോടി രൂപ ചെലവഴിക്കും. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെയും കെ സ്പേസിനെ നിയോഗിക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അക്വിസിഷൻ അതോറിറ്റിയായി കെ സ്പേസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തി ഉടൻ ഉത്തരവ് പുറപ്പെടുവിക്കും. വീട് പൂട്ടി യാത്ര പോകുകയാണോ? പോൾ ആപ്പിൽ പറഞ്ഞിട്ട് പോകൂ. വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം പോലീസിനെ അറിയിക്കാൻ പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ആയ പോൾ ആപ്പിലെ വെബ്സൈറ്റ് സൗകര്യം വിനിയോഗിക്കാം. വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തും. പരമാവധി 14 ദിവസം വരെ വീടും പരിസരവും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. യാത്ര പോകുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ, വീട്ടുപേര്, വീടിന് സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരും ഫോൺ നമ്പറും എന്നിവ ആപ്പിൽ നൽകേണ്ടതുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോൾ ആപ്പ് ലഭ്യമാണ്. വിശദീകരിച്ചും സംബന്ധിച്ചും LDF ജാഥ മുന്നേറുന്നു. സ്വീകരണങ്ങളിൽ 10,000 പങ്കെടുക്കുന്നു. നാളത്തെ കേരളം എങ്ങനെയാകണമെന്ന ചർച്ച. 3ാം തുടർഭരണ ലക്ഷ്യത്തിലേക്കുള്ള ആശയ സംവാദം. ജനകീയ പ്രശ്നങ്ങളിൽ ചോദ്യം ചോദിച്ചു, ഉത്തരം കണ്ടെത്തിയും ഐക്യപ്പെടൽ. ബുധനാഴ്ച കണ്ണൂർ ജില്ലയിലായിരുന്നു LDFൻ്റെ വടക്കൻ മേഖല ജാഥ വികസന മുന്നേറ്റ ജാഥയുടെ പര്യടനം. വീരചരിത്ര നാട് അത്യാവശ്യത്തോടെയാണ് ജാഥയെ വരവേറ്റത്. സ്വീകരണ കേന്ദ്രങ്ങളിലെത്തുന്ന 10,000 ജാഥയ്ക്ക് ആവേശമാകുന്നു. ദിവസവും ശരാശരി 1,00,000 ആളുകളോട് സംവദിച്ച് ജാഥ 4ാം നാളിലേക്ക് കടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നായകനും CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം P സന്തോഷ് കുമാർ MP മാനേജറുമായ 12-അംഗ ജാഥ ബുധനാഴ്ച മട്ടന്നൂർ മണ്ഡലത്തിലെ മട്ടന്നൂരിലാണ് പര്യടനം തുടങ്ങിയത്. മട്ടന്നൂരിൽ ക്ഷണിക്കപ്പെട്ടവരുമായി MV ഗോവിന്ദൻ ആശയ സംവാദം നടത്തി. തുടർന്ന് വാർത്താസമ്മേളനം ഉണ്ടായി. മട്ടന്നൂരിലെ സ്വീകരണ ശേഷം അഴീക്കോട്, കണ്ണൂർ, തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. നാളെ ധർമ്മടത്തെ സ്വീകരണം മമ്പറത്തും കൂത്തുപറമ്പിൽ സ്വീകരണം പാനൂരിലും നടക്കും. തുടർന്ന് ജാഥ വയനാട് ജില്ലയിൽ പ്രവേശിക്കും. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.